ഇത് നടക്കാനുള്ള ഒരു സെറ്റപ്പ് കിട്ടിയോണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ കോലാലംപൂർ എയർപോർട്ടിലാണ്. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂ ആയിട്ട്, അതായത് തുടർച്ചയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ലങ്കാവിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണത് കോലാലംപൂർ എയർപോർട്ടിലാണ് വെയിറ്റ് ചെയ്യണത്. കോലാലംപൂരിൽ എയർപോർട്ടിൽ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, ഫ്ലൈറ്റ് അതിന് തോന്നുന്നുണ്ട്. അപ്പോൾ മലിൻഡോ എയറാണ് ഈ ഫ്ലൈറ്റ്. മുന്നേ നമ്മൾ വന്ന് മലേഷ്യൻ എയർലൈൻസ് ആയിരുന്നു, അതായത് ഈ കോലാലംപൂരിലേക്ക്. ഇത് മലിൻഡോ എയറാണ്. മലിൻഡോ എയർ എന്ന് പറയുമ്പോൾ ബാറ്റിക് എയർ എന്നാണ് അതിൻ്റെ പുതിയ പേര്. 9:30ക്കാണ് നമ്മുടെ ടൈം, അതായത് ഫ്ലൈറ്റ് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇവിടെ എയർപോർട്ട്. ഈ പറഞ്ഞ പോലെ എയർപോർട്ടിൽ ഒരുപാട് ഫ്ലൈറ്റുകളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. അവിടെയാണ് മലേഷ്യൻ എയർലൈൻസ്. നമ്മൾ വന്ന ഫ്ലൈറ്റാണ് തോന്നുന്നുണ്ട് അത്. മലേഷ്യൻ എയർലൈൻസ് ഉണ്ട്. ഇവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. Minta perhatian tuan-tuan, perempuan panggilan kepada Cik Najiha Omar. Cik Najiha Omar, silakan. മലേഷ്യൻ ഭാഷയിൽ, അതായത് മലായി ഭാഷയിൽ അനൗൺസ് ചെയ്യുകയാണ് എയർപോർട്ടിൽ ഓരോ ഫ്ലൈറ്റിൻ്റെ ടൈമും മറ്റൊക്കെ. കാരണം എല്ലായിടത്തും മറ്റേ കേൾക്കണ രീതിയിലാണ് ഇവർ അനൗൺസ് ചെയ്യണത്. ഓരോ ഭാഗത്തല്ലേ യാത്രക്കാരുണ്ടാവുക. ഇവിടുത്തെ എയർപോർട്ടിൽ കണ്ടൊരു രസകരമായിട്ടുള്ള കാഴ്ച, ഇവിടുത്തെ കോൺ ഷേപ്പിലുള്ള ഗ്ലാസ്സുകളാണ് വെള്ളം കുടിക്കാനായിട്ട് വെച്ചത്. ഒക്കെ രസമായിട്ടുണ്ട്. പേപ്പർ ഗ്ലാസ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ കളയുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ഈ പറഞ്ഞ ബോർഡിങ് കഴിഞ്ഞു. ഫ്ലൈറ്റ് കയറാണ്, അതായത് ലങ്കാവിക്കുള്ള ഫ്ലൈറ്റ് നമ്മൾ കയറാൻ പോകുന്നത്. ബാറ്റിക എയർലൈൻസ്, അതായത് മലിൻഡോ എയറിൻ്റെ ഫ്ലൈറ്റാണ്. അപ്പോൾ ആ ഫ്ലൈറ്റിൽ നമുക്ക് കയറാൻ പോകുന്നത്. കാഴ്ച ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് നമ്മളെ ഫ്ലൈറ്റ് കേട്ടോ. മലേഷ്യ എയർലൈൻസ് തന്നെയാണ്, ബാറ്റിക അല്ല, മലിൻഡോ എയർ അല്ല കേട്ടോ. അപ്പോൾ കഴിച്ച് നമ്മൾ ഫ്ലൈറ്റ് കയറി സീറ്റിൽ നിന്നിട്ടുണ്ട്. സീറ്റിൽ പറഞ്ഞ പോലെ കുറച്ച് പുറകിലായിട്ടുള്ള ബാക്ക് സീറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ഫ്ലൈറ്റ് ഇതേപോലെ തന്നെ ബാക്ക് സീറ്റ് തന്നെയായിരുന്നു. ഇത് മാത്രമല്ല, ഈ സെയിം ഫ്ലൈറ്റ് തന്നെയാണ് നമ്മളിപ്പോൾ കോലാലംപൂർക്ക് വന്നത്. കോലാലംപൂർ ഇപ്പോൾ എടുക്കുന്നതും ഈ സെയിം ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം ഇപ്പം മലേഷ്യയിൽ 10 മണിയായിട്ടുണ്ട്. 10 മണി, 9:58. പക്ഷേ നമ്മുടെ നാട്ടിൽ 7:30, 7:30 കഴിഞ്ഞിട്ടുണ്ടാവും. 8 മണി ആവാനായിട്ടുണ്ടാവും. ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മളെ എത്തിഹാദിലൊരു ഫ്ലൈറ്റ് ഉണ്ട്. അതായത് എന്തൊരു വലുപ്പം അറിയില്ലേ, ഖത്തറിൻ്റെ സ്വന്തം എത്തിഹാദ്. മലേഷ്യൻ എയർലൈൻസിൻ്റെ MH1432 എന്ന ഫ്ലൈറ്റിലാണ് നമ്മുടെ വീണ്ടുള്ള യാത്ര. അതായത് നമ്മൾ ഇപ്പോൾ കോലാലംപൂരിലേക്ക് വന്നത് മലേഷ്യൻ എയർലൈൻസാണ്, കോലാലംപൂരിൽ നിന്ന് എടുക്കുന്നത് മലേഷ്യൻ എയർലൈൻസാണ്. അങ്ങനെ കോലാലംപൂരിൻ്റെ മുകളിലൂടെ ഫ്ലൈറ്റ് പറന്നിക്കാണ് ലങ്കാവിലേക്ക്. ഏകദേശം 1 മണിക്കൂറുള്ളൂ കേട്ടോ ലങ്കാവിലേക്ക് കോലാലംപൂരിൽ നിന്ന് യാത്ര, അതായത് ടൈം ട്രാവലുള്ളൂ. മേഘങ്ങൾക്കിടയിലൂടെ മേഘത്തെ തൊട്ടുരുമ്മി കൊണ്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് പറക്കുന്നത്. ലങ്കാവിൽ എത്തുന്നതിന് മുന്നേ ഒരുപാട് ദ്വീപുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഫ്ലൈറ്റിലൂടെ അങ്ങനെ പറന്ന് പോകുമ്പോൾ ദൂരെ ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഓരോ ദ്വീപുകൾ കേട്ടോ.
ലങ്കാവി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൂടുതൽ ദ്വീപുകൾ എന്ത് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഫ്ലൈറ്റിലൂടെ പോകുമ്പോൾ. ലങ്കാവി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വാക്കിംഗ് പിടിച്ചൊന്നുമില്ല. ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് നടന്നിട്ട് വേണം എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. ഉള്ളത് ലങ്കാവി എയർപോർട്ടിൽ ബസ് മറ്റേ എയർ ബസ് അല്ല, എന്താ പറയുക, നമുക്കിത് നടക്കാനുള്ള ഒരു സെറ്റപ്പ് കിട്ടിയോണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഫ്ലൈറ്റിൽ ഡയറക്റ്റായിട്ട് ഇറങ്ങി നടക്കാനുള്ളത്. മറ്റേ പറഞ്ഞാൽ എയർ പിടിച്ചാറുണ്ടാവുക. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ലങ്കാവി എയർപോർട്ടിൽ നമ്മൾ സേഫായിട്ട് ഇറങ്ങി. അതിനുശേഷം എയർപോർട്ടിൻ്റെ പുറത്തുനിന്നായിട്ട് നമ്മൾ ടാക്സി വിളിക്കുകയാണ് ചെയ്തത്. ടാക്സി വിളിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് കുറച്ച് അധികം ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 6 ആൾക്ക് 6 സീറ്ററായിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 4 സീറ്റർ വേറെ 6 സീറ്റർ വേറെ ആയിട്ടുള്ള വണ്ടികളുണ്ട് ഇവിടെ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവിടുത്തെ റോഡിനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ ഗായ്സ് നമ്മളിതാ പറഞ്ഞ പോലെ നമ്മൾ ലങ്കാവി നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ലങ്കാസുഖ എന്നാണ് ഇതിൻ്റെ പേര്. ലങ്കാവിയിൽ ലങ്കാസുഖ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യണത്. ഇവിടെ 3 ദിവസമാണ് ഉണ്ടാവുക. അങ്ങനെയാണ് പരിപാടി. അത് കുറച്ച് ഇവിടെ ഏതൊക്കെ പ്ലേസുകൾ ഉണ്ടോന്നുണ്ട്, അവിടെ പോകണം. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്ന അവസ്ഥ വെച്ചാൽ ചൂട് തന്നെയാണ്. നമ്മളത്ര ചൂടുണ്ടാവില്ല, കുഴപ്പമില്ലാത്തൊരു മിടി കാലാവസ്ഥ. പക്ഷെ ഇപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ കഴിച്ച് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കഴിച്ച് അടുത്ത വീഡിയോ കാണുന്നതിലേക്കും